ഹലോ നമസ്കാരം വണക്കം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമൊക്കെ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം ആയി വന്നിരിക്കുന്നത് അനാമിക വിഷ്ണു ദമ്പതികളെക്കുറിച്ചിട്ടുള്ള വാർത്തകളാണ്. ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് റൂമേഴ്സും കോൺട്രവേഴ്സീസും ഒക്കെ വരുന്നുണ്ട്. ഇതിൽ അമ്പരപ്പിക്കുന്ന ഒരു വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ ഇതിനൊന്നും യാതൊരു അടിസ്ഥാനമോ തെളിവോ ഇല്ല എന്നതാണ്. വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇതിലൊക്കെ ഉള്ളത് എന്നാണ് കാണുമ്പോഴേക്ക് മനസ്സിലാകുന്നത്. ഇതൊക്കെ അനാമികയും വിഷ്ണുവും ആരാണെന്ന് പലർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും. കഴിഞ്ഞ ഒക്ടോബർ, അതായത് ഒക്ടോബർ 2024 ഇവരെക്കുറിച്ച് വലിയ വാർത്തകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു അവരുടെ കല്യാണം. അനാമിക ആണെങ്കിൽ ഓർഫനേജിൽ വളർന്ന ഒരു കുട്ടിയാണ്. അമ്മ മരണപ്പെടുകയും അച്ഛൻ ഉപേക്ഷിക്കുകയും ചെയ്ത ഒരു പാവം പെൺകുട്ടി. പാവപ്പെട്ടവരെയും അതുപോലെ തന്നെ വയസ്സായവരെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലം, അതാണ് ഈ അനാമിക താമസിച്ച് വന്ന ആ സ്ഥാപനം. അനാഥ എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാക്കാണ് ഇത്. പിന്നെ ഈ കുട്ടി വിവാഹം കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ പ്രസവം നടന്നു. അങ്ങനെ ഒരുപാട് അനാവശ്യ ആരോപണങ്ങളൊക്കെ ആണ് ഈ അടുത്തിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ജീവമാത കാരുണ്യ ഭവൻ എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ, അതായത് ഉദയ ഗിരിജ എന്ന് പറഞ്ഞ പുള്ളിക്കാരി, അനാമിക കല്യാണം കഴിച്ചിരിക്കുന്നത് വന്നിട്ട് ഇവരുടെ മകനെയാണ്. അപ്പോൾ അവർ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവരൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആദ്യം നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമസ്കാരം, ഞാൻ ജീവമാത കാരുണ്യ ഭവനിലെ ഡയറക്ടർ ഉദയഗിരിജയാണ്. കുറച്ചുകൂടി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അനാമിക വിഷ്ണുവിൻ്റെ അമ്മയാണ്. അപ്പോൾ 3-4 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിലും ബാക്കി സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് എന്താണ് ഒരു ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റാണ് ഇതിനെല്ലാം കാരണം. അപ്പം അതിൻ്റെ കാര്യങ്ങൾ സത്യാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്താനെ കൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇടയായത്. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കും ഈ 2-3 ദിവസം എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല എന്നുള്ള ചോദ്യത്തിന് പറയാം. നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇന്ന് നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഫയൽ ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം ഇതേപോലെ ഒരു വീഡിയോ ഇടാമെന്ന് കരുതി വീഡിയോ ഇടുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടല്ലോ അല്ലേ. ഇപ്പോൾ ഗവൺമെൻറ് ഗ്രാൻറ്റൊക്കെ കൊടുത്താലും വളരെ കുറഞ്ഞ ഒരു തുകയൊക്കെ ആയിരിക്കും അത്. അപ്പോൾ ആ ഒരു തുക വെച്ചിട്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത് വളരെ കഷ്ടമാണ്. പ്രത്യേകിച്ചിട്ടും ഈ വയസ്സായ ആൾക്കാരുടെയൊക്കെ ആവശ്യങ്ങൾ, അവർക്ക് വേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. മരുന്ന് വേണം, ഭക്ഷണം, അതുപോലെ തന്നെ ഉടുക്കാനുള്ള വസ്ത്രങ്ങൾ, പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനൊക്കെ ഈ തുച്ഛമായിട്ടുള്ള തുക കിട്ടിയാലൊന്നും അത് വെച്ചിട്ട് മുമ്പോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടല്ല നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കാരണമെന്ന് വെച്ചാൽ എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ എല്ലാവരും ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇട്ടേക്കുന്നു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇടുന്നതിൻ്റെ കാരണം, എനിക്ക് ഇവിടെ ഇതൊരു ഓൾഡ് ഏജ് ഹോമും ചിൽഡ്രൻസ് ഹോമും ആണ്. അതായത് 10-70 പേര് ഈ ജീവമാതാ കാരുണ്യ ഭവനിൽ താമസക്കാരായിട്ടുണ്ട്. അപ്പം ഈ 70 പേർക്ക് നമുക്ക് സർക്കാരിന്റെ ഗ്രാന്റ് കിട്ടിയിട്ടല്ല ഇത് പ്രവർത്തിക്കുന്നത്. ഇത് ഓരോ നല്ല മനസ്സുള്ള കുറേ വ്യക്തികൾ, കുറേ സ്പോൺസർമാർ നമുക്ക് ഓരോ ദിവസത്തെ ഭക്ഷണങ്ങൾ സ്പോൺസർ ചെയ്തിട്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അപ്പം അവർ എല്ലാവരും ഇപ്പം കുറച്ച് സ്പോൺസർഷിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു. അവരെല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതിൻ്റെ മറുപടി കൂടിയാണ് അത്. ഇത് 2009 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2009 സ്റ്റാർട്ട് ചെയ്തിട്ട് 2011 മാർച്ച് 13 എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടത്. അപ്പം ഇപ്പം 14 വർഷമാവുന്നു എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട്. ഈ 14 വർഷം ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങളെ നോക്കി, ഇവിടുത്തെ അമ്മമാരെ നോക്കി, അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയാണ് ഞാൻ ജീവിച്ചത്. ഒരു പക്ഷേ പ്രധാനമായിട്ടും ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ നടന്നു പോകുന്നത് വന്നിട്ട് ആൾക്കാർ കൊടുക്കുന്ന ഫണ്ട്സൊക്കെ വെച്ചിട്ടാണ്.
ഇപ്പോൾ ഇങ്ങനെ ഓരോരോ വാർത്തകൾ ഈ സ്ഥാപനത്തിനെതിരെ, അതായത് ഈ ആരോപണങ്ങളൊക്കെ വരുന്നത് കേൾക്കുമ്പോഴേക്കും ഈ പണം വരുന്ന സോഴ്സ് തന്നെ നിൽക്കും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അവിടുത്തെ അന്തേവാസികളുടെ കാര്യങ്ങൾ വളരെ കഷ്ടത്തിലാകുകയും ചെയ്യും. അതിനു മുന്നേ ആദ്യമേ അവർ കുടുംബ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവിടുന്ന് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഇത് അടൂർ സ്റ്റേഷന്റെ പരിധിയാണെന്ന് പറഞ്ഞു. ഇവര് അടൂർ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു. കുടുംബ സ്റ്റേഷനിൽ ഇവരെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ കുടുംബ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് വെച്ചാൽ അവർ നേരെ ഒരു ഫേസ്ബുക്ക് ലൈവ് വീഡിയോ ഇട്ട്. അപ്പൊ വീഡിയോ ഇട്ടപ്പോഴത്തേന് ഞാൻ അപ്പൊ പ്രതികരിച്ചു. ഞാൻ അടൂർ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. അവര് ഇവിടുത്തെ ക്യാമറ ഉൾപ്പെടെ അവര് ചെയ്ത പ്രവൃത്തി ക്യാമറ ഉൾപ്പെടെ ഞാൻ അടൂർ സ്റ്റേഷനിൽ ഹാജരാക്കി. അങ്ങനെ അടൂർ സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിച്ചു വരുത്തി അവരെ വഴക്ക് പറഞ്ഞു. ഇനി മേലെ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. അവരെ കൊണ്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അവര് ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല, ചെയ്തിട്ടില്ലായിരുന്നെന്ന് ഞാൻ ഈ 2 ദിവസം മുന്നേ എനിക്ക് മനസ്സിലായത്. അപ്പൊ അങ്ങനെ ചെയ്യിപ്പിച്ചു, അവരെ പറഞ്ഞു വിട്ടു. പിന്നെന്ന് വെച്ചാല് അവര് അതിനകത്ത് ഇട്ടേക്കുന്നു 2022 അവര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്, അതേപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക്, മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റെസിപ്റ്റും കേസ് കൊടുത്തതും എല്ലാം അതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്ക് അറിയില്ല. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മുഴുവൻ ഇവിടെ അന്വേഷണത്തിന് ആള് വന്നു. ഇവിടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പ് ഉൾപ്പെടെ ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവിടെ അവര് അന്വേഷണത്തിന് വന്നു. ഈ പറയുന്ന ഈ വീഡിയോയിലുള്ള അമ്മയോട്, ഈ അമ്പിളിയോട്, ബാക്കി കുഞ്ഞുങ്ങളോട് എല്ലാവരോടും സംസാരിച്ച് നമുക്ക് ഇവിടെ ഇൻസ്പെക്ഷൻ ബുക്ക് ഉണ്ട്, അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുഴപ്പവും ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 70 പേര് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട്, ആധികാരികമായിട്ട് യാതൊരു തെളിവുമൊക്കെ ഇല്ല. അപ്പോൾ എന്ത് വേണമെങ്കിലും ഈ വിളിച്ച് പറയുന്ന ഒരു അവസ്ഥയില്ലാതെ നമ്മൾ അഭിപ്രായങ്ങളൊക്കെ സൂക്ഷിച്ച് വേണം പറയുവാനായിട്ട്. കാരണം ഇത് വന്നിട്ട് നേരിട്ട് ബാധിക്കുന്നത് ഈ പാവം അവിടെ താമസിക്കുന്ന ആൾക്കാരെയാണ്. അവരെന്ത് തെറ്റാണ് ചെയ്തത്? മറ്റുള്ളവരുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സോഷ്യൽ മീഡിയയിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും, അടിസ്ഥാനമില്ലാതെ പറയുമ്പോഴേക്കും അത് ഒരുപാട് ദോഷങ്ങളും ഉണ്ടാക്കി വയ്ക്കും. നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് അത് കണ്ടു ബോധ്യപ്പെടാം. ഇവര് കൊടുത്ത അപേക്ഷ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കൊടുത്ത പരാതി അവര് നമ്മുടെ പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അവർക്ക് ഇവിടെ തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ട് അവര് തിരിച്ചു പോയത്. അല്ലെങ്കിൽ കുണ്ട്ര അഞ്ചാലുമൂടുള്ള ആഫ്റ്റർ കെയറിലോട്ട് പറഞ്ഞു വിടും. അത് ഈ കുട്ടികളെ പറഞ്ഞു വിടുന്നത് എന്ന് വെച്ചാൽ അവരുടെ റിലേറ്റീവ് വന്നാൽ പോലും ഈ കുട്ടികളെ പറഞ്ഞു വിടുന്നത് CWCയുടെ ഓർഡർ വേണം. ഓർഡറോട് കൂടിയാണ് ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്. CWC ഓർഡർ ഇല്ലാതെ കുഞ്ഞുങ്ങളെ നിർത്താനും പറ്റത്തില്ല, കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടാനും പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഒരു കുട്ടിയെ നീ വീട്ടിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞു വിടാൻ പറ്റത്തില്ല. അത് നിയമമല്ല. നിങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചിൽഡ്രൻസ് ഹോമിൽ നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവര് അന്വേഷിച്ചാൽ മതി. കുട്ടികളെ CWC വഴിയാണ് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്നതും നമ്മൾ ഇവിടുന്ന് ആ കുഞ്ഞുങ്ങളെ റിലീസ് ചെയ്ത് വിടുന്നതും CWC ആണ്. അതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കേസ് ഫയൽ ചെയ്തു. മിക്കവാറും നാളെ മുതൽ അന്വേഷണം തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ലീഗലായിട്ട് മുന്നോട്ട് പോയിട്ട് അതിന്റെ ഒരു റെസിപ്റ്റ് സഹിതം നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരുന്നത്. ഒരുപാട് പേര് എന്നെ പേഴ്സണലായിട്ടും അല്ലാതെ ഓരോ വീഡിയോക്കകത്തും ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചില്ല, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടല്ലേ നിങ്ങൾ പ്രതികരിക്കാഞ്ഞേ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയാണ്, എല്ലാവരും ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനെ കൊണ്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പറയുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട മഹതി, ആ വ്യക്തി ചങ്ങാതിക്കൂട്ടത്തിനോട് പറഞ്ഞു ഇതേപോലെ ഈ ഒരു പോസ്റ്റ് ഇട്ട ഈ ചങ്ങാതിക്കൂട്ടത്തിനോട് ഇവിടുത്തെ ഇന്നതൊക്കെയാ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന മാധ്യമം ചെയ്തത് ഇവിടെ നമുക്ക് സ്പോൺസർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ ഭക്ഷണം നടത്താം എന്നും പറഞ്ഞാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഇവിടെ തെറ്റുകുറ്റമില്ല എന്ന് മനസ്സിലായതിനു ശേഷമാണ് നമുക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നല്ലൊരു വീഡിയോ ഇട്ടത്. നിങ്ങളും അങ്ങനെയാ ചെയ്യേണ്ടത്. അപ്പം ഇത് കാണുന്ന എല്ലാവരും ജീവമാതയെ സപ്പോർട്ട് ചെയ്യണം. ഇനി പിന്നെ പറയാനുള്ളത്, ആ അമ്മയും മകനും നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ശത്രുക്കൾ പലതും പറഞ്ഞ് പരത്തുന്നതാകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ
ഇപ്പോൾ അനാമികയെക്കുറിച്ച് പറയുമ്പോഴും ഇതിന് മുമ്പേ പ്രഗ്നൻസിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഡോക്ടേഴ്സും ഗൈനക്കോളജിസ്റ്റും ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും ഇതെന്തായാലും അറിയാൻ പറ്റും. അനാമികയെ നോക്കിയ ഡോക്ടേഴ്സോ ആരും ഇതുപോലെയുള്ളൊരു കാര്യമൊന്നും പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല വേറെയൊരു കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വൃദ്ധസദന സ്ഥാപനങ്ങൾ ഒക്കെ ഒന്ന് പോയി നോക്കിയാൽ നമ്മുടെ ചിന്തകൾ തന്നെ മാറിപ്പോകും. കാരണം അവിടെ താമസിക്കുന്ന ആൾക്കാർ, അവിടുത്തെ ചുറ്റുപാടും അവരനുഭവിക്കുന്ന വേദന ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെയെങ്കിലും ഒരു നല്ല സാഹചര്യത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ, അതിനുള്ള ഭാഗ്യമെങ്കിലും ഈശ്വരൻ നമ്മൾക്ക് തന്നിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതുപോലെ ഇന്നത്തെ കാലത്ത് ഒരു സ്ഥാപനം അടയ്ക്കുവാനായിട്ട് സോഷ്യൽ മീഡിയ വിചാരിച്ചാൽ മതി. ഇങ്ങനെ പറയുന്ന പല വാക്കുകളും കാരണം അവർക്ക് കിട്ടുന്ന സഹായങ്ങളൊക്കെ ഇല്ലാതാകുമ്പോഴേക്കും എന്തുമാത്രം നഷ്ടമാണ് അവർക്കുണ്ടാകുന്നത്. ഈ പുള്ളിക്കാരി വന്നിട്ട് വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ വഴി മറുപടി കൊടുത്തിരിക്കുന്നത്. വരുമാനം കിട്ടാതെ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുവാനായിട്ട് പറ്റില്ല. ആരുടെയും കുടുംബം തകർക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ഉദയ ഗിരിജ പറഞ്ഞതുപോലെ ഒരു ദിവസമെങ്കിലും ആ സ്ഥാപനത്തിൽ ചെന്നിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് വീഡിയോ ഒക്കെ ഇടുക എന്ന് അവർ പറയുന്നത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല എന്തുകൊണ്ടും ഇവരിപ്പോൾ കേസൊക്കെ കൊടുത്തതായിട്ട് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടും നിയമപരമായിട്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ് നല്ലത്. കാര്യങ്ങളുടെ കൃത്യമായിട്ടുള്ള സത്യാവസ്ഥ അതുവഴി മനസ്സിലാക്കുവാനും സാധിക്കും. നിങ്ങളിൽ ഒരുപാട് പേര് ഇതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ ഇതിനു മുമ്പ് തന്നെ കണ്ടു കാണും. നിങ്ങളുടെ അഭിപ്രായം ഇതിനെപ്പറ്റി എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇതുവരെ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.